അപ്പോൾ തിരികെ എത്തുമ്പോൾ നമ്മളൊക്കെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്ക് വേണ്ടി. അതിൽ നമ്മൾ അപ്ഡേറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ബി.ജെ.പി നേതൃത്വം അതിലൊരു അപ്ഡേറ്റും വരുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്കിപ്പോഴും മൗനമാണ്. അതിലെന്താണ് അവരുടെ നിലപാടെന്ന് പോലും കൃത്യമായി വ്യക്തമാകുന്നില്ല. ബി.ജെ.പി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ നടപടി വൈകുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെത്തുമ്പോൾ ഇതിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രവർത്തകർ കരുതിയിരുന്നത്. എന്നാൽ തലസ്ഥാനത്ത് തിരിച്ചെത്തിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗം വിളിച്ചതുമില്ല. ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയുമുണ്ടായില്ല. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞിരുന്ന അതൃപ്തി മറ നീക്കി ഇനി പുറത്തു വരുമോ എന്നാണ് നമ്മളൊക്കെയും നോക്കി കാണുന്നത്. ഷീജയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഈ വിവാദങ്ങൾ ആളിക്കത്തി തുടങ്ങിയ സമയത്തൊക്കെ രാജീവ് ചന്ദ്രശേഖർ വിദേശത്തായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയ ശേഷം കോർ കമ്മിറ്റി യോഗം അതായിരുന്നു നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നതും. പക്ഷേ അതുണ്ടായില്ല. അങ്ങനെ ഇപ്പോഴും മൗനമാണ്. വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല. അങ്ങനെ മൗനം തുടർന്ന് ഈ വിവാദത്തെ ഒതുക്കി തീർക്കാമെന്ന നിലപാടിലാണോ ബി.ജെ.പി ഉള്ളത്? ഗുഡ് മോർണിംഗ് അക്ഷയ്. ഏതായാലും ബി.ജെ.പിയുടെ ഫണ്ട് വിവാദം, തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം വലിയ തോതിൽ ചർച്ചയായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അതിനെ ആ ഒരു ഗൗരവത്തിൽ ബി.ജെ.പി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ അതൃപ്തി പുകയുന്നുണ്ട്. ഈ ഒരു വിഷയം വന്ന സമയത്ത് അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വിദേശത്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്ന ആദ്യം ദില്ലിയിലെത്തി കേന്ദ്ര ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഒരു ധാരണ എത്തുന്നത്. അതായത് ഈ ഫണ്ട് തട്ടിപ്പിന്റെ പേരിൽ ഒരു നടപടിയിലേക്ക് അടിയന്തരമായി കടക്കേണ്ടതില്ല എന്നുള്ളൊരു ധാരണയിലേക്കാണ് എത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ തലസ്ഥാനത്തെത്തുന്നു. തലസ്ഥാനത്തെത്തി ഒരു ദിവസം പോലും മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. ആദ്യ ദിവസം മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ പോയെങ്കിൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. പക്ഷേ ഈ നീറ്റ് വിഷയത്തിനപ്പുറത്തേക്ക് ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി നൽകാതെ എഴുന്നേറ്റ് പോകുന്നതാണ് കണ്ടത്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു. അദ്ദേഹത്തോട് നിരവധി തവണയാണ് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞത്. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം പ്രതികരണം നൽകാതെ ഇവിടെ തലസ്ഥാനത്ത് നിന്നും ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ കോർ കമ്മിറ്റി യോഗം അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ, സംസ്ഥാന അധ്യക്ഷൻ ഉള്ളപ്പോൾ കോർ കമ്മിറ്റി യോഗം വിളിക്കും, ഈ വിഷയമടക്കം ചർച്ചയ്ക്ക് വരും എന്നുള്ളതായിരുന്നു മറുവിഭാഗത്തിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ താല്പര്യക്കാരെ മാത്രം വിളിച്ച്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള സുരേഷ്, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ മാത്രം പ്രത്യേകമായി കണ്ട് ആ രീതിയിൽ ഉള്ള കൂടിക്കാഴ്ചകൾ മാത്രം നടത്തിയാണ് തലസ്ഥാനത്ത് നിന്നും മടങ്ങിയിരിക്കുന്നത്. അത് തന്നെ നൽകുന്ന സൂചന ഫണ്ട് വിവാദത്തിൽ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും ഇപ്പോൾ ബി.ജെ.പി ഇല്ല എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം കോർ കമ്മിറ്റി യോഗം അദ്ദേഹം വിളിക്കുമായിരുന്നു. കോർ കമ്മിറ്റി യോഗത്തിൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റി യോഗവും അദ്ദേഹം വിളിച്ചിട്ടില്ല. ഈ ആരോപണ വിധേയരായവർക്ക് എതിരെയുള്ള നടപടിയും അത് സംബന്ധിച്ചും ഒരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല. നിരവധി പേർ സംസ്ഥാന അധ്യക്ഷന് ഇമെയിൽ മുഖാന്തരം തന്നെ പരാതി അയച്ചിട്ടുണ്ട് ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതുപോലും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഏതായാലും വലിയ തോതിലുള്ള അമർഷം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണവും ഈ വിഷയത്തിൽ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് ഈ കോർ കമ്മിറ്റി യോഗം വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇതുവരെയായി സംസ്ഥാനത്തെ നേതാക്കൾ ആരും തന്നെ ഇതിൽ ആ രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ കോർ കമ്മിറ്റി യോഗം പോലും വിളിക്കാതെ അദ്ദേഹം ഇവിടെ തലസ്ഥാനത്ത് നിന്നും മടങ്ങിയ ഒരു സാഹചര്യത്തിൽ അത് നൽകുന്ന സൂചന ഈ തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന അധ്യക്ഷനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഒരു അതൃപ്തി അത് പുറത്തു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷയ്, ഷിജ, നിലവിൽ ഈ അഞ്ജനയുടെ പേര് മാത്രമാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അഞ്ജനയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നേതാക്കളുടെ പേര് പുറത്തേക്ക് വരും. പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ മുഖം അത് നഷ്ടമാകുന്ന നിലയിലേക്കൊക്കെ പോകുമെന്നൊരു ഭയം കൊണ്ടായിരിക്കുമോ ബി.ജെ.പി ഇതിൽ മൗനം തുടരുന്നത്?
അക്ഷയ്, ഇതിൽ നടപടി എടുക്കണമെങ്കിൽ അഞ്ജനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം അഞ്ജനയ്ക്കപ്പുറത്തേക്ക് ഇതിൽ സംസ്ഥാന നേതാക്കൾക്കടക്കം പങ്കുണ്ട് എന്നതിന്റെ സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ കേന്ദ്രം നൽകിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് അത് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ പുറത്തൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് BJPക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും കടക്കാത്തത്. ഇനിയിപ്പോൾ അത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധി BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉടലെടുക്കുകയാണെങ്കിൽ അഞ്ജനയ്ക്കെതിരെയൊക്കെ ഈ വിഷയത്തിലല്ല മറ്റ് പരാതികളുണ്ട് അഞ്ജനയ്ക്കെതിരെ, അതായത് പ്രവർത്തകരോട് മോശമായ രീതിയിൽ പെരുമാറിയതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ആലോചിച്ചത്. പക്ഷേ അതിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളിലേക്കും കടക്കാൻ BJP ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിൽ നിന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ളൊരു വിവരം പുറത്തേക്ക് വന്നിരുന്നു. അത് വിവരമല്ല, അത് സ്ഥിരീകരിക്കുന്നു. അവരുടെ ഓഫീസ് സെക്രട്ടറി തന്നെ സ്ഥിരീകരിക്കുകയാണ്. 25 കോടി രൂപയുടെ കള്ളപ്പണം 17 ചാക്കുകെട്ടുകളിലായിട്ട് അവിടെ എത്തിച്ച വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അക്ഷയ് അവരുടെ ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ അങ്ങനെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് സമാനമായിട്ടുള്ള ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ BJP വലിയ പ്രതിരോധത്തിലാവുകയാണ്, പ്രതിസന്ധിയിലാവുകയാണ്. ആ ഘട്ടത്തിൽ പോലും ഒരു പ്രതികരണത്തിന് പോലും ഇതിലെന്താണ് സംഭവിച്ചതെന്ന കൃത്യമായിട്ടൊരു വരി പ്രസ്താവന പോലും ഉണ്ടാവുന്നില്ല എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കള്ളം മറച്ചു വെക്കുകയല്ലേ അവർ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം സംസ്ഥാന അധ്യക്ഷൻ നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് BJPയെ ആക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാകാത്തത്. കാരണം ഈ ഫണ്ട് വെട്ടിപ്പ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഉയർന്ന പരാതിയുണ്ട്. അതിലടക്കം ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനാണ് അതിലടക്കം പങ്ക് എന്നുള്ളതാണ് നിലവിലേതായാലും പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ സംസ്ഥാന അധ്യക്ഷനൊപ്പം നിൽക്കുന്നവർക്കും എതിരെ കാര്യങ്ങൾ തിരിയും എന്നുള്ള ഒരു ഘട്ടമായതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കടക്കാത്തത്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറാകാത്തതും. അക്ഷയ്.